നമസ്കാരം. സ്ട്രോബെറി പേര മഞ്ഞ പാകമായിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. സ്ട്രോബെറി പേര റെഡ് ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും റെഡ് പരിചിതമാണ്. നന്നായിട്ട് പഴുത്ത നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ്. സ്ട്രോബെറി യെല്ലോ പേര അതിലും മികച്ചതാണ്, മധുരമാണ്, ടേസ്റ്റ് എന്നൊക്കെ വലിപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാതെ വന്നപ്പോൾ ഇങ്ങനെ ദൂര സ്ഥലത്ത് പോയിട്ട് കളക്ട് ചെയ്തുകൊണ്ടുവന്ന ഒരു പ്ലാന്റാണ്. ഇനിയിപ്പോൾ പേരയ്ക്ക് ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, പേരയ്ക്കയെക്കുറിച്ച് പറയുമ്പോൾ ടാലൻറ്റ് ഫിറ്റ്നസ് എന്നുള്ള ഏജൻസി നടത്തിയ പഠനത്തിൽ ആപ്പിളിനേക്കാളും ഓറഞ്ചിനേക്കാളും വാഴപ്പഴത്തിനേക്കാളും മുന്തിരിയേക്കാളും ആരോഗ്യപരമായിട്ടും അതിൻ്റെ പോഷക ഗുണങ്ങളിലും ഒരു പേരയ്ക്ക കഴിക്കുന്നത് ഇതൊക്കെ കഴിക്കുന്നതിനേക്കാൾ വളരെ ബെറ്ററാണ്. അവരുടെ റാങ്കിങ്ങിൽ ടോപ്പ് റാങ്കിങ്ങിൽ സ്റ്റാർ റാങ്കിങ്ങിൽ ഉള്ള ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ പേരയ്ക്ക ഇച്ചിരി ടേസ്റ്റ് കുറഞ്ഞാലും മധുരം കുറവായാലും ഒരു പേരയ്ക്ക കഴിക്കുന്നതിൻ്റെ ഗുണം ഈ ഒരു ആപ്പിൾ കഴിക്കുന്നതിനേക്കാളും ഉണ്ട്, ഒരു ഓറഞ്ച് കഴിക്കുന്നതിനേക്കാളും ഉണ്ട്, മുന്തിരി കഴിക്കുന്നതിനേക്കാളും ഉണ്ട്. ഏതായാലും അത് ഗുണമുള്ളതാണ്. പക്ഷേ നമ്മൾ ഒക്കെ ടേസ്റ്റിനൊക്കെ നോക്കുന്നവരാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് സ്ട്രോബെറി യെല്ലോ ഗോവയാണ്. അതിങ്ങ് വിട്ടുപോന്നു. ഇതാണ് സ്ട്രോബെറി യെല്ലോ ഗോവയാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കിയാ. മധുരം കുറവാണ്, റെഡിൻ്റെ അത്ര ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ യെല്ലോ സ്ട്രോബെറി ഗുവ നല്ലതാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തായിരിക്കാം? ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടത് ഇത് 2 വെറൈറ്റി ഉണ്ട്. യെല്ലോ സ്ട്രോബെറി ഗുവ 2 ഇനമുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റുകൾ നടുമ്പോൾ ഈ ഇനങ്ങളെക്കുറിച്ചും കൂടെ ഒരു അവബോധം ഉണ്ടായിരിക്കും. നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞ് നട്ടിട്ട് ഞാനിത് പ്ലാന്റ് ചെയ്തത് നന്നായിട്ട് പരിപാലിച്ചു. നല്ല വലിപ്പം, പെട്ടെന്ന് തന്നെ ഒരു 1.5-2 വർഷമായുള്ളൂ. നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊക്കെ ഇതിനെ വളം ചെയ്ത് പരിപാലിച്ച് നല്ലൊരു സ്ഥലത്താണ് നട്ടത്. പക്ഷേ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷമില്ലാത്തൊരവസ്ഥയല്ലേ. പക്ഷേ ഇതിന് കാരണം ഈ സ്ട്രോബെറി ഗുവ, അതുപോലെ നമുക്ക് റെഡ് ആണെങ്കിലും ചിലർക്ക് റെഡ് കായ്ക്കുന്നില്ലെന്ന് പറയാനിടയായി തീർന്നു. അപ്പോൾ റെഡിൽ ആദ്യം വന്ന ഇനങ്ങൾ, നേഴ്സറികളിലൊക്കെ ആദ്യം വന്ന ഇനങ്ങൾ സബ് ട്രോപ്പിക്കലാണ്. അതുകൊണ്ട് അത് കായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ഇനങ്ങൾ, എനിക്കിവിടെ ഉള്ളത് നന്നായിട്ട് കായ്ക്കുന്ന ഇനമാണ്. പിന്നെ പ്ലാന്റ് മെച്യൂർ ആകുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വരാറുണ്ട്. അതുപോലെ ഈ സ്ട്രോബെറി യെല്ലോ ഗോവയ്ക്ക് 2 ഇനങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ പിന്നീടാണ് അറിഞ്ഞത്, ഒരാൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2 സ്ട്രോബെറി ഗോവയുണ്ട്. അതിൽ ഒരെണ്ണത്തിന് മധുരം കുറവാണ്, ടേസ്റ്റ് കുറവാണ്, മറ്റേ ഇനം നല്ല മധുരവും നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഏത് പ്ലാന്റ് വാങ്ങുമ്പോഴും അതിൻ്റെ ഇനങ്ങളും കൂടെ കുറിച്ച് ഒരു അറിവ് നേടിയിട്ട് പെട്ടെന്ന് നല്ലതാണെന്ന് പറയുമ്പോൾ എടുത്തിയാടി പോയി മേടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിട്ട് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്ട്രോബെറിക്ക് യെല്ലോയ്ക്ക് 2 ഇനങ്ങളുണ്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ എൻ്റെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുക്കൽ ചോദിച്ചപ്പോൾ അവരുടെ അടുക്കലും സ്ട്രോബെറി ഉണ്ട്, പക്ഷേ ഇനം ഏതാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു കോതമംഗലത്തുള്ള സുഹൃത്ത്, അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു സ്ട്രോബെറി ഗോവയുണ്ട്, അത് നല്ല ഒരു മധുരമുള്ള ഇനമാണ്, അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്താന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അദ്ദേഹം എനിക്കൊരു പ്ലാന്റ് ഗിഫ്റ്റായിട്ട് തന്നത്. വലിയ പ്ലാന്റാണ്, ചെറിയ പ്ലാന്റൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ ഇലകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ഇലകൾക്ക് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതാണിപ്പോൾ കഴിച്ച സ്ട്രോബെറി പേരയുടെ ഇലകൾ. വീതിയുള്ള ഇലയാണ്, അല്പം വലിപ്പമുണ്ട്. എന്നാൽ ഞാനിപ്പോൾ പ്ലാന്റ് ചെയ്ത സ്ട്രോബെറി ഗോവ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന് നല്ല ടേസ്റ്റും മധുരവും ഉള്ളത് 2 ഇനങ്ങളുണ്ടെന്ന് പറയുന്നതിൽ രണ്ടാമത്തെ ഇനം ഇതാണ്. ഇതിൻ്റെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട്, കണ്ടോ, വീതി കുറഞ്ഞ നീളമുള്ള ഇലയാണ്. ഇതിനെ സംബന്ധിച്ചോളം വീതിയുണ്ടായിട്ട് കുറുകിയ ഇലകളാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നല്ല സ്ട്രോബെറി ഗോവ, യെല്ലോ സ്ട്രോബെറി ഗോവ എന്ന് പറയുന്നത്. മധുരവും ടേസ്റ്റുള്ള ഇനം ഇതാണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇനി സ്ട്രോബെറി യെല്ലോ ഗോവ വാങ്ങുമ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇലയ്ക്ക് നീളമുണ്ട്, അതുപോലെ വീതി കുറവാണ്. മറ്റേ സ്ട്രോബെറി ഗോവയ്ക്ക് ഇലയ്ക്ക് വീതിയുണ്ട്, നീളക്കുറവാണ്, കുറുകിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വാങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് പ്ലാന്റ് വാങ്ങി വെച്ചിട്ട് നമ്മൾ വലിയ വില കൊടുത്ത് കഷ്ടപ്പെട്ട് വാങ്ങി വെച്ചിട്ട് അതിന് ആ റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ ഒരു സന്തോഷക്കുറവ്. അതെ, രുചിയില്ലെങ്കിലും പേരയ്ക്ക കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. വളരെ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. എനിക്കിവിടെ ഒരു പേരയ്ക്ക് ഭാഗമായി ഇത് എച്ചി ഗുവയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ടേസ്റ്റ് നോക്കാം. എച്ചി ഗുവ ചെറിയൊരു പേരയ്ക്കയാണ് എങ്കിലും ഇതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞാണ്
അങ്ങനെ തിരുവാറം കിടന്നാണ്. നമുക്ക് ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഹോം ഗ്രൗണ്ട് എച്ച് ഗുവയാണ്. ഇതല്പം പഴുത്തുപോയി. ഇത് ലളിത് ഗുവയാണ്. കൂടാതെ എനിക്ക് അലഹാബാദ് സഫേദ ഉണ്ട്, അതിലൊരു പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ക്രിംസൺ റെഡ് ഉണ്ട്. അങ്ങനെ കുറേ പേരയ്ക്കകൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേരയ്ക്ക കഴിക്കുന്നത് നമ്മളൊരു ആപ്പിൾ കഴിക്കുന്നതിനേക്കാൾ, ഓറഞ്ച് കഴിക്കുന്നതിനേക്കാൾ, മുന്തിരി കഴിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മണ്ണിലും നമ്മുടെ കാലാവസ്ഥയിലും ഇഷ്ടംമാതിരി പേരയ്ക്ക ഉണ്ടാവും. പേര നട്ട് വളർത്തുന്നത് എന്തുകൊണ്ടും നമുക്ക് ഗുണകരമാണ്. ടേസ്റ്റ് അല്ല നോക്കേണ്ടത്, അതിൻ്റെ ഗുണമാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കിയാണ്. നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല മധുരം. വേനലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. രാവിലെ ഇങ്ങനെ ഒരു പേരക്ക കഴിച്ചാൽ അതൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് അലഹബാദ് സഫേദയാണ്. നല്ലൊരു പേരക്കയാണ് എന്നാണ് പറയപ്പെടുന്നത്. അലഹബാദ് ഇനങ്ങൾ നോക്കി നമ്മൾ പ്ലാന്റുകൾ നടണം. ഇനങ്ങളെക്കുറിച്ചും അറിഞ്ഞ് നമ്മൾ പ്ലാന്റുകൾ നടണം. അപ്പോൾ അതിൽ ഞാനൊരു ഇനം പരിചയപ്പെടുത്തുകയാണ്. ഇത് സിട്രസ് ഇനത്തിൽപ്പെട്ട നമ്മുടെ ലെമൺ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇത് പാകിസ്ഥാൻ ലെമൺ ആണ്. നിറയെ ഇതിൽ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഇനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഇനങ്ങൾ നടുന്നതാണ് എപ്പോഴും നല്ലത്. ഈ സിട്രസ് വിഭാഗത്തിലെ ഈ ലെമൺ ഫ്രൂട്ട് റാങ്കിങ്ങിൽ, അതായത് ടാളൻ ഫിറ്റ്നസിൻ്റെ പഠനങ്ങളിൽ 2ാം റാങ്കിലുള്ള, 2ാമത്തെ നിരയിലുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ലെമൺ എന്ന് പറയുന്നത്. അപ്പോൾ ലെമൺ നമ്മുടെ കാലാവസ്ഥയിൽ അനുയോജ്യമായ ലെമൺ നമ്മൾ നട്ടുപിടിപ്പിക്കുകയും ലെമൺ നമ്മൾ കഴിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത്, സലാഡിലൊക്കെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും മികച്ചതാണ്. അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ കേരള മണ്ണിൽ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനമാണ്. ഇപ്പോൾ ലെമണെ സംബന്ധിച്ചോളം ഈ സിട്രസ് ഫാമിലിയിൽ ഇനി ഓറഞ്ച് ഇനങ്ങളുണ്ട്. കൂടാതെ ലൈമുണ്ട്. ലൈം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ ലൈം, അതിൻ്റെ ഒരു പ്ലാന്റ് എനിക്കുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇത് നമ്മുടെ നാട്ടിൽ നന്നായി കായ്ക്കുന്ന നാരങ്ങ, ലൈമിൻ്റെ ഒരു പ്ലാന്റാണ്. ഞാനിതൊരു സ്ഥലത്തുനിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ലെയർ ചെയ്ത് കൊണ്ടുവന്നതാണ്. നന്നായിട്ടുണ്ടാവും നമ്മുടെ കാലാവസ്ഥയിൽ. ചെറിയ നാരങ്ങയാണ്, പക്ഷേ എപ്പോഴും നാരങ്ങയേക്കാൾ, ലൈമിനേക്കാൾ ലെമണാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിട്രിക് ആസിഡിൻ്റെ ഒക്കെ ഒരു അംശം ഈ ഒരു ലെമണിൽ ലൈമിനേക്കാൾ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ലൈം. നമ്മൾ ആദ്യം കണ്ടത് പാകിസ്ഥാൻ ലെമണാണ്. ഇത് നമുക്ക് സിട്രസിലെ ചില പ്ലാന്റുകളൂടെ ഒന്ന് പരിചയപ്പെടും. ഇത് സിട്രസിലെ ഒരു ഓറഞ്ചാണ്. ഇത് പാകിസ്ഥാൻ കമലം, അതായത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരു ഇനമാണ്. നമ്മൾ ഓറഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ ഇനങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുക്കണം. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരിനം നല്ല ഓറഞ്ചാണ്, മധുരമുള്ള ഇനമാണ് പാകിസ്ഥാൻ കമലം. ഇത് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ക്കുന്നൊരു ഇനമാണ് മിസ്രോ ഇനം ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഇനവും കൂടെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങണം. ഇത് യെല്ലോ മാൾട്ട വിഭാഗത്തിൽപ്പെട്ട ഒരു ഓറഞ്ചാണ്, യെല്ലോ മാൾട്ട. ഇത് നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് കാച്ചൊരു ഇനമാണ്. ഇത് ഇന്ത്യൻ മുസംബി എന്ന് പറയും, മുസംബിയാണിത്. ഇന്ത്യൻ മുസംബി. ഇത് മാൻഡറിൻ, സ്വീറ്റ് ചൈനീസ് ബുഷ് ഓറഞ്ച് എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കാച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഈ ഓറഞ്ച് കായ്ക്കുന്നതിന് അതിൻ്റെ മണ്ണിൻ്റെ ഘടകവും അതിൻ്റെ പരിപാലനവും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. മാൾട്ട, വിയറ്റ്നാം മാൾട്ട ഇനത്തിൽപ്പെട്ട സിട്രസാണ് വിയറ്റ്നാം മാൾട്ട. എനിക്ക് കാച്ചൊരു ഓറഞ്ചിൻ്റെ പ്ലാന്റാണ്. ഇത് കമലം ഓറഞ്ച് എന്ന് പറയും. നല്ല മധുരവും, ചെറിയ ഫ്രൂട്ടാണ്, പക്ഷേ നല്ല മധുരമുണ്ട്. നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന ഓറഞ്ചിൻ്റെ അതേ ഫ്ലേവറുള്ള, തൊലിക്ക് കട്ടി കുറഞ്ഞ ഒരു ഇനമാണ്. ഇതൊരു സിട്രസിൻ്റെ പ്ലാന്റാണ്. ഇത് കണ്ട തടിയേൽ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. തടിയേൽ ഓറഞ്ച് പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ തടിയേക്കട. ഇവിടെയൊക്കെ നിറയെ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ച് pH നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഇതിന് അലൂമിനിയം സൾഫേറ്റ്, അതായത് മണ്ണിലെ pH മണ്ണ് അസിഡിക് ആകേണ്ടതിന് ഓർഗാനിക് ആയിട്ടുള്ള അലൂമിനിയം സൾഫേറ്റ്
ഇതിന് അല്പം കൊടുത്തിരുന്നു, കുറച്ച് കൊടുത്തിരുന്നു. എന്തായാലും ഇപ്രാവശ്യം ഇത് ഫ്ലവർ ചെയ്തപ്പോൾ തടിയേലും കൂടെ ഫ്ലവർ ചെയ്ത് നല്ല നിലയിൽ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നനയും നിർത്തി pH ക്രമീകരിച്ചപ്പോൾ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് ഓറഞ്ച്. അപ്പോൾ ഓറഞ്ച് ഫ്ലവർ ചെയ്യണമെങ്കിൽ നന നമ്മൾ നല്ല രീതിയിൽ ക്രമീകരിക്കേണ്ടതാണ്. ഡ്രമ്മിലൊക്കെ നട്ടിരിക്കുന്ന പ്ലാന്റുകൾ അത്യാവശ്യം മാത്രം നനയ്ക്കുക. നന കുറച്ചെങ്കിൽ മാത്രമേ സിട്രസ് വിഭാഗം അതുപോലെ pH കൂടെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുകയും കാപിടിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ. ഇത് ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഫ്രൂട്ടിങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇപ്രാവശ്യം നേരത്തെ ഒക്കെ കുറേയധികം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ നൈജീരിയൻ പൈനാപ്പിളാണ്. ഇതിൻ്റെ മകുടം ഒരു പ്രത്യേക സ്റ്റൈലാണ്, മറ്റ് പൈനാപ്പിളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് ആയി വരുന്നേ ഉള്ളൂ, നൈജീരിയൻ പൈനാപ്പിൾ. അതുപോലെ റംബൂട്ടാൻ ഒരു ചെറിയ വിളവെടുപ്പ് നേരത്തെ കഴിഞ്ഞാണ്. ഇപ്പോൾ നിറയെ ഇതിൽ ഏകദേശമൊക്കെ അടുത്ത മാസത്തോടുകൂടി ഫ്രൂട്ട് സെറ്റായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. റംബൂട്ടാൻ അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മംഗോസ്റ്റിനാണ്. മംഗോസ്റ്റിൻ 10 വർഷമായിട്ട് കായ്ക്കാത്തവരുണ്ടെന്ന് പറയുന്നു. മംഗോസ്റ്റിനും നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു 20 വർഷം എങ്കിലും പ്രായം, 15 മുതൽ 20 അതിന് മുകളിലേക്ക് പ്രായമുള്ള പ്ലാന്റിൻ്റെ സീഡിൽ നിന്നുള്ള സീഡ് തൈകൾ നട്ട് കഴിഞ്ഞാൽ മികച്ചതായിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ 10 വർഷം വരെ ഒന്നും എടുക്കാനുള്ള സാധ്യതയില്ല. 4, 5, 6, 7, 8 വർഷമൊക്കെ ആകുമ്പോൾ കായ്ക്കുന്ന പ്ലാന്റുകൾ ഉണ്ട്. 5 വർഷം മുതൽ കായ്ക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രായമുള്ള പ്ലാന്റിൻ്റെ സീഡ് പാകിയ തൈകൾ നട്ടാൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഈ മംഗോസ്റ്റിൻ തിരഞ്ഞെടുക്കുമ്പോഴും ഈ കാര്യങ്ങൾ അറിയാവുന്ന സ്ഥലത്ത് നിന്ന് തന്നെ മംഗോസ്റ്റിൻ്റെ തൈകൾ തിരഞ്ഞെടുത്താൽ നല്ലതായിരിക്കും. ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ ഇനങ്ങൾ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നല്ല ഇനങ്ങൾ നോക്കി തിരഞ്ഞെടുക്കണം. അതിനെക്കുറിച്ച് അറിയാവുന്നവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നാഗ്പൂർ ഓറഞ്ചിന് വേണ്ടിയിട്ട് ഒരു നഴ്സറി കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ നാഗ്പൂർ ഓറഞ്ച് ഉണ്ട്. ഞാനിവിടെ നിന്ന് തൃശ്ശൂർ അപ്പുറം പോയാണ്, മണ്ണുത്തി അപ്പുറം പോയാണ് അത് കളക്ട് ചെയ്തത്. ഞാനിവിടെ കൊണ്ടുവന്ന് നട്ടു. അത് ഫ്ലവർ ചെയ്തു ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് അതിൽ ഓറഞ്ച് പിടിച്ചു. പക്ഷേ ഭയങ്കര ഒരു 6 മാസത്തോളമായിട്ട് അത് സെറ്റായില്ല. അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇത് ഓറഞ്ചല്ല, ഗ്രേപ്പ് ഫ്രൂട്ട് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അതിൽ ഓറഞ്ച് വിളഞ്ഞു. ഞാനത് കട്ട് ചെയ്തപ്പോൾ അതിന് മധുരവും ഇല്ല, പുളിയില്ല. അത് ഗ്രേപ്പ് ഫ്രൂട്ട് വൈറ്റ് ആയിരുന്നു. അതുപോലെ ഒരു മുസമ്പി, ഞാനൊരു മുസമ്പി ഇതുപോലെ കായ്ക്കുന്നതാണെന്ന് പറഞ്ഞ് നട്ടിട്ട് അത് ഫ്ലവർ ചെയ്തു. പക്ഷേ അതിൽ കായൊന്നും പിടിച്ചില്ല. അപ്പോൾ നമ്മളെപ്പോഴും പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഇനങ്ങളെക്കുറിച്ചും കൂടെ ഒരു വിശദമായിട്ടുള്ളൊരു പഠനവും അതുപോലെ നമുക്കറിയാവുന്ന വ്യക്തമായിട്ട് അറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള അവരും അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.